എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, എന്റെ യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ല. അതുകൊണ്ട് പറമോ, എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ശബ്ദമുയർത്തി, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എന്റെ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. പകൽ എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിന്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം മാറാൻ? ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക് മതി നമ്മുടെ രോഗം മാറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിന്റെ ഒരു വാക്കിനാലാണ് നമ്മുടെ ജീവിതം മാറിയത്. അങ്ങനെ മാറിയവരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആമേ. നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, ഈ മൈക്ക് നിങ്ങളൊന്ന് കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, കർത്താവിൻ്റെ ഒരു വാക്കിനാലാണ്. കാരണം നമ്മൾ ആരാധിക്കുന്ന നാമം അത് ചെറിയ നാമമല്ല. എൻ്റെ യേശു നിസ്സാരക്കാരനല്ല കേട്ടോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എത്ര പേരൊന്ന് കർത്താവിനെ തിരിച്ചറിയുക. ഉങ്ക നാമമേ എൻ പട്ടയം, ഉങ്ക നാമമേ എൻ കേടകം, ഉങ്ക നാമമേ എൻ പട്ടയം, ഉങ്ക നാമമേ എൻ കേടകം, ഉങ്ക നാമത്തിൽ വിടുതല നിശ്ചയം, ഉങ്ക നാമത്തിൽ വെற்றி നിശ്ചയം, ഉങ്ക നാമത്തിൽ വിടുതല നിശ്ചയം, ഉങ്ക നാമത്തിൽ വെற்றி നിശ്ചയം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ എന്തുണ്ട്? വിടുതലുണ്ട്. കർത്താവിന്റെ നാമത്തിൽ എന്തുണ്ട്? വിജയമുണ്ട്, വെற்றிയുണ്ട്. അല്ലേ? നമ്മൾ തോറ്റവരായതുകൊണ്ടാണ് ഇന്ന് പകൽ ഇതിനകത്ത്. നമ്മൾ ജയിച്ചു പോയിരുന്നെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും കാണുമോ? ഇല്ല. കർത്താവിന്റെ നാമം അറിഞ്ഞ് ഹല്ലേലൂയ അതിലെന്ത് ചെയ്തു? വിജയം നേടിയത് കൊണ്ടാണ് ഇന്ന് പകൽ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ തമിഴ് ഗാനം പാടി, ഞാൻ ആരാധനയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ആരാധനകളിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ എൻ്റെ ഈ വണ്ണമൊന്നും നിങ്ങൾ കണക്കിടണ്ട. നല്ല രാമയും പറയാമോ? ഈ വണ്ണമൊന്നും കണക്കിടണ്ട. നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കരങ്ങളെ ചേർന്ന് പാടി ഈ ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ അവിടേക്ക് 1-2 പേരൊക്കെ എഴുന്നേറ്റൊക്കെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞിട്ടല്ല, പക്ഷെ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് ആരാധിക്കാൻ കഴിയത്തില്ല. ഈ എഴുന്നേൽക്കാത്തവർ ഈ എഴുന്നേറ്റവരോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നീ എഴുന്നേറ്റത്? അപ്പൊ അവര് പറയും, ഇപ്പോഴല്ല, ആരാധന കഴിഞ്ഞിട്ട് ചോദിക്കണം. അപ്പൊ അവര് പറയും, എന്തുകൊണ്ടാണ്
എഴുന്നേറ്റെന്ന്. ഹലോ, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഹലോ ഇരുന്ന് തന്നെ ദൈവത്തെ ആരാധിക്കണമെന്നില്ല, എഴുന്നേറ്റ് ആരാധിക്കാം. എനിക്കറിയാം അസുഖമുള്ളവരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി 2 സ്റ്റെപ്പ് വയ്ക്കും. അങ്ങനെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണ് നമ്മൾ കരങ്ങളെ എടുത്ത് ചേർത്ത് പാടി ദൈവത്തെ മഹത്വം കൊടുക്കുക. എല്ലാ കരങ്ങളും പഠിച്ച് സന്തോഷത്തോടെ എല്ലാ കരങ്ങളും പഠിച്ച് നാമത്തിലെ വല്ലമയുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ മഹത്വമുണ്ട്. അപ്പാവുങ്ക നാമത്തിലെ വല്ലമയുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ മഹത്വമുണ്ട്. ഉങ്ക നാമമേ എൻ പട്ടയോ, ഉങ്ക നാമമേ എൻ കേടകോ. ചെറുമണമോ ഉങ്ക നാമമേ എൻ പട്ടയോ, ഉങ്ക നാമമേ എൻ കേടകോ. உங்க நாமத்தில் விடுதல நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம். உங்க நாமத்தில் விடுதல நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம். சொல்லுங்க யேசுவா மசீஹா மசீஹா மசீஹா, யேசுவா மசீஹா மசீஹா மசீஹா, யேசுவா மசீஹா மசீஹா மசீஹா, யேசுவா மசீஹா மசீஹா மசீஹா. ഹല്ലേലൂയ. ഈ പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ടോ? മുമ്പ് കേട്ടിട്ടുള്ളവരെന്ന് കരമുയർത്താമോ? എനിക്കറിയാം ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന്. ഹല്ലേലൂയ. ഇതിന്റെ വരികൾ ഇങ്ങനെ: അപ്പാവുങ്ക നാമത്തിലെ വല്ലമയുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ മഹത്വമുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ സൗഖ്യമുണ്ട്, ഉങ്ക നാമത്തിൽ വിടുതൽ നിശ്ചയം, ഉങ്ക നാമത്തിൽ വെട്ടി നിശ്ചയം. ഒരു കോറസ് ഉണ്ട്: യേശുവ മസീഹ മസീഹ മസീഹ. ഇത് നിങ്ങളെല്ലാം ചേർന്ന് പാടിയേ പറ്റത്തുള്ളൂ. ആമേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. നാം എന്ത് ചെയ്യണം? സന്തോഷിച്ച് ആനന്ദിക്കേണ്ട ദിവസമാണ്. ഇന്ന് ആനന്ദിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് ആനന്ദിക്കുക? നാളെ ഇങ്ങനെ ഒരു സമയം ലഭിക്കുമോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഉങ്ക നാമത്തിൽ ഈ കോടി നാമങ്ങൾ ഈ ഭൂമിയിലുണ്ട്, കോടി നാമങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ നാമം സ്പെഷ്യലാണ്. അത് സ്പെഷ്യലാണ്. ഹല്ലേലൂയ. ആ നാമത്തിൽ എന്തുണ്ട്? നമ്മുടെ ജീവനെ തന്ന് നമ്മെ രക്ഷിച്ച, ഹല്ലേലൂയ, നമ്മളെ ജീവിക്കുവാൻ അനുവദിച്ച ആ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. അങ്ങനെയെങ്കിൽ ആ നാമത്തെ ഉയർത്തി ഈ നെടുമങ്ങാട് പട്ടണം ഇന്ന് ചലിക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ ആരാധനയിൽ ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടണം. അത് തിരിച്ചറിയുന്നവരെ ആ 2 കരങ്ങളും അടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വം കൊടുക്കാൻ ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ അപ്പാവുങ്ക നാമത്തിലെ വല്ലമയുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ മഹത്വമുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ വല്ലമയുണ്ട്, അപ്പാവുങ്ക നാമത്തിലെ മഹത്വമുണ്ട്. ഉങ്ക നാമമേ എൻ പട്ടയോ, ഉങ്ക നാമമേ എൻ കേടകോ. ഉങ്ക നാമമേ എൻ പട്ടയോ, ഉങ്ക നാമമേ എൻ കേടകോ. ഉങ്ക നാമത്തിൽ വിടുതല നിശ്ചയോ, ഉങ്ക നാമത്തിൽ വെற்றி നിശ്ചയോ, ഉങ്ക നാമത്തിൽ വിടുതല നിശ്ചയോ, ഉങ്ക നാമത്തിൽ വെற்றி നിശ്ചയോ. യേശുവാ മസീഹ മസീഹ മസീഹ, യേശുവാ മസീഹ. ഒരു ശബ്ദം ഉയർത്തി: യേശുവാ മസീഹ മസീഹ മസീഹ, യേശുവാ മസീഹ മസീഹ മസീഹ. கோடி நாமங்கள் வேடில உண்டு, ஆனாலும் உங்கள் நாம ஸ்பெஷல் நாமமே. கோடி நாமங்கள் வேடில உண்டு, ஆனாலும் உங்கள் நாம ஸ்பெஷல் நாமமே. ஜீவனை தந்து ரட்சிப்ப தந்து வாழ வெச்சது உங்க நாமமே. ஜீவனை தந்து ரட்சிப்ப தந்து
வாழ வச்சது. அதுകൊണ്ട് பாடமோ உங்க நாமமே என் பட்டயோ, உங்க நாமமே என் கேடகோ, உங்க நாமமே என் பட்டயோ, உங்க நாமமே என் கேடகோ. உங்க நாமத்தில் விடுதலை நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம். சொன்ன உங்க நாமத்தில் விடுதலை நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம். ஓ உங்க நாம சொல்ல சொல்ல பேய்களோடுது, அருகையிட்டு பாட பாட பவர் பெருகிடு. உங்க நாம சொல்ல சொல்ல பேய்கள் ஓடுது, அருகையிட்டு பாட பாட பவர் பெருகிடு. சிங்கத்தின் மேலும் பாம்பின் மேலும் நடக்க செய்தது உங்க நாமமே. உங்க நாமமே என் பட்டயோ, உங்க நாமமே என் கேடகோ, உங்க நாமமே என் பட்டயோ, உங்க நாமமே என் கேடகோ. உங்க நாமத்தில் விடுதலை நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம், உங்க நாமத்தில் விடுதலை நிச்சயம், உங்க நாமத்தில் விடுதலை. சேர்ந்து பணம் யேசுவா யேசுவா மசீகா 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 யேசுவா மசீகா 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 யேசுவா மசீகா 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 யேசுவா மசீகா மசீகா. கோடி 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 நாமங்கள் வேண்டில உண்டு, ஆனாலும் உங்கள் நாம ஸ்பெஷல் நாமமே. கோடி கோடி நாமங்கள் வேண்டில சேர்ந்து சத்தம் உயர்த்தி, ஆனாலும் உங்க நாம ஸ்பெஷல் நாமமே. ஜீவனை தந்து ரட்சிப்பை தந்து வாழ வச்சது உங்க நாமமே. ஜீவனை தந்து ரட்சிப்பை தந்து வாழ வச்சது உங்க நாமமே. உங்க நாமமே என் பட்டயோ, உங்க நாமமே என் கேடகம். சேர்ந்திருக்க முடி உங்க நாமமே என் பட்டயோ, உங்க நாமமே என் கேடகம். உங்க நாமத்தில் உங்க நாமத்தில் விடுதலை நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம். சேர்ந்திருக்க முடி உங்க நாமத்தில் விடுதலை நிச்சயம், உங்க நாமத்தில் வெற்றி நிச்சயம். யேசுவா மசீகா 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 யேசுவா மசீகா. சேர்ந்திருக்க முடி யேசுவா மசீகா 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 யேசுவா மசீகா மசீகா. அது கூட பண்ணாமோ அலால அலால யா வீசுன என் வாழ்க்கை, பல்ல 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 பல்லக்குன்னு மாறிடுச்சு வாழ்க்கை. அலால அலால யா வீசுன என் வாழ்க்கை, பல்ல 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 பல்லக்கு மாறிடுச்சு வாழ்க்கை. ஒருத்தர் வந்தாரு என்ன வாழ வச்சாரு, நீ எனக்கு வேணும்னு காது சொன்னாரு. ஒருத்தர் வந்தாரு என்ன ஓடி வந்தாரு, நீ எனக்கு. அது கொண்டு பணம் ஏற்குலா ஏன் குல தெய்வம் அவரு, ஓ எங்க குல தெய்வம் அவரு. ஓ ஏன் குல தெய்வம் அவரு, ஓ எங்க குல தெய்வம் அவரு. அலாலா அலால அலாலையா வீசலையா வாழ்க, பல 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 பலக்கு மாறிடுச்சு வாழ்க. அலால அலாலையா வீசலையா வாழ்க, பல 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 பலக்கு மாறிடுச்சு வாழ்க. ஒருத்தர் வந்தாரு என்னை வாழ வச்சாரு, நீ எனக்கு வேணும்னு காது சொன்னாரு. ஓ ஒருத்தர் வந்தாரு என்னை தேடி வந்தாரு, மொத்தமாக ஓடி. அது கொஞ்சம் சேர்ந்து பாடாமோ ஏன் குல தெய்வம் அவரு, எங்க குல தெய்வம் அவரு. ஓ என்ன வாழ்க்கையோட சூப்பர் ஸ்டார். ஓ ஏன் குல தெய்வம் அவரு, எங்க குல தெய்வம் அவரு. ஓ இயேசுதானே அவரு பேரு, என் வாழ்க்கையோட சூப்பர் ஸ்டார். அது கூட பாடமோ ஓ எல்லாத்தின் மேலே இயேசு வலியவனா, எல்லா நாமங்களுக்கும் ஓ மேலே ஆராதனா. ஓ எல்லாத்தின் இயேசு வலியவனா, ஓ எல்லா நாமங்களுக்கும் ஓ மேலே ஆராதனா. ஓ எல்லா நாமங்களுக்கும்
അറിയുന്നു. കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. കടലിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. കാറ്റിനെത്ര വഴികളാണ് ആ കടലിൽ മീതെ നടന്നു അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. ആ കടലിൽ മീതെ നടന്നു കാറ്റിനെ അടക്കിന് അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. യേശു അത്ഭുതങ്ങൾ ചെയ്തിടും ദൈവമാണ്. യേശു അതിശയങ്ങൾ ചെയ്തിടും. യേശു അത്ഭുതങ്ങൾ ചെയ്തിടും ദൈവമാണ്. യേശു അതിശയങ്ങൾ ചെയ്തിടും. അതുകൊണ്ട് മഴമയെല്ലാത്തിലും എല്ലാ നാമങ്ങൾക്കും മേലായ നാമം നാമത്തെ ഉയർത്തിക്കൊണ്ട് ശക്തി എല്ലാ നാമങ്ങൾക്കും എല്ലാ നാമങ്ങൾക്കും ആരാധന. എല്ലാ നാമങ്ങൾക്കും ആരാധന. യാവേ 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 ഓ യാവേ യാവേ യാവേ. കിരുബ 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 എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 കിരുബ. എല്ലാം കിരുബ എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 ഓ കിരുബ 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 എല്ലാം കിരുബ 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 ഓ കിരുബ 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 എല്ലാം കിരുബ 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 ഓ കിരുബ 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 എല്ലാം കിരുബ 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 കിരുബ. நான் இல்ல, என் பலம் இல்ல, என் டாலண்ட் இல்ல, எல்லாம் கிருபை. நான் இல்ல, என் பலம் இல்ல, എൻ ടാലന്റ് ഇല്ല, എല്ലാം കൃപ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ ദയയാണ്. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല, ദയതോ നീ എൻ്റെ ചൊരിഞ്ഞതല്ലേ. അതുകൊണ്ട് ആയുസ്സെല്ലാം നീനക്കാൽ ശബ്ദം വരുത്തി പാടാം. ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നീനക്കാൽ നൽകി. അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഇത് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? നമ്മെ വിളിച്ച വിളി അത് ചെറിയ വിളിയല്ല. കേട്ടില്ല? നമ്മെ വിളിച്ച ഉന്നത വിളി. ആമേ. നമ്മെ വിളിച്ച വിളി ചെറിയ വിളിയല്ല. അടുത്തിരിക്കുന്ന ആൾക്കാരം കൊടുത്തിട്ട് പറയാമോ? നമ്മെ വിളിച്ച വിളി ചെറിയ വിളിയല്ല, അത് ഉന്നത വിളിയാണ്. ആമേ. അതുകൊണ്ടല്ലേ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്? ആണോ? നമ്മെ വിളിച്ച വിളി അത് ചെറിയ വിളിയായിരുന്നുവെങ്കിൽ ഇതിനകത്ത് വരത്തില്ല. നമ്മെ വിളിച്ച വിളി ഉന്നത വിളിയാ. ഇത് പകൽ എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എന്നെ വിളിച്ച വിളി അത് ചെറിയ വിളിയല്ല, അത് ഉന്നത വിളിയാണ്. കാരണം എൻ്റെ പിതാവ് ഞാൻ പാസ്റ്റർ സുരേന്ദ്രൻ അവരുടെ മകനാണ്, മൂത്ത മകനാണ്. സ്തോത്രം.
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന്, നിങ്ങളുടെ KFM-ൻ്റെ മീറ്റിങ്ങിന് ഞങ്ങളുടെ ചർച്ചിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് പോവുകയാണേ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷത്തിന് പുറകിലൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ എൻ്റെ പിതാവ് ഇങ്ങനെ സ്റ്റേജിൽ വന്നിരിക്കത്തില്ല. രാമ്യം പോയല്ലോ, രാമ്യം പറഞ്ഞു ഇങ്ങനെ ഇരിക്കത്തില്ല. ഒന്നുകിൽ ഇതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് പതുക്കെ അങ്ങ് എന്ത് ചെയ്യും, തീരുന്നതിന് മുമ്പേ പോകും. തുടങ്ങിയ ശേഷം പിതാവ് വരത്തുള്ളൂ. കാരണം എന്നറിയാമോ, ഈ കേരളത്തിൻ്റെ 14 ജില്ലകളെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളും കൊലപാതകങ്ങളും പിടിച്ചുപറികളും നടന്നൊരു ദേശമുണ്ട്. ഒന്ന് ശബ്ദം ഉയർത്തി അറിയാന്നുള്ളവരൊന്ന് പറഞ്ഞേ. ഏതാ? ചെങ്കൽച്ചൂള. ഈ ചെങ്കൽച്ചൂള അറിയാന്നുള്ളൊരു കരം ഉയർത്തിയേ. ഈ കരമുയർത്തിയവരോട് ഉയർത്താത്തവർ ചോദിക്കണം എന്തുകൊണ്ടാണ് ആ ദേശം ഇങ്ങനെ അറിയപ്പെടുന്നത്. ആ പട്ടണത്തിൽ നിന്നാണ് ഞാൻ ജനിച്ച് വളർന്നത്. ആമേ. ഒരു കാലത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്വത്തിൽ വിവിധ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്നറിഞ്ഞ പത്രമാധ്യമങ്ങൾ, വാർത്താ ചാനലുകളിൽ ഉൾപ്പെടെ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച 3 സഹോദരങ്ങളിൽ ഒരാളാണ് ഇന്ന് മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പോടെ പറയുന്നത്, ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല, ദയതോ നീ എന്റെ ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്തറിയാമോ, എന്റെ പിതാവിനൊപ്പം സ്റ്റേജിൽ നിന്ന് കർത്താവിനെ ഉയർത്തുന്നതിൽ. ആമേൻ. അവർ നമുക്ക് വലിയ വീടോ കാറോ സാമ്പത്തികമോ മറ്റു അനുഗ്രഹങ്ങളോ ഒന്നും തന്നില്ലെങ്കിലും ഈ കർത്താവിനെ പിൻപറ്റുവാൻ അത് തന്നെയാണ് കൃപ. ഹല്ലേലൂയ. കാലുകളേറെക്കുറെ വഴുതിയ സമയത്തും ഒരിക്കലും ഉയരില്ലെന്ന് ശത്രുവാദ്യ സമയത്തും ആ നിലവുകളെ മാറ്റി എഴുതി ഇന്ന് പകൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയാണ്, കർത്താവിന്റെ ദയയാണ്. അത് വിശ്വസിക്കുന്നവർ ആ 2 കരങ്ങളും ചേർത്തടിച്ച് ശബ്ദമുയർത്തിയ സന്തോഷത്തോടെ കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. ആമേൻ. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ആമേൻ. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. അതുകൊണ്ട് ചേർന്ന് പാടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ശബ്ദമുയർത്തി ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ലാമേ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഭാരതേ നിനച്ചതല്ല. ഓ ദേവോ നീ എന്റെ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. ദേവോ നീ എന്റെ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വല്ലവൻ, യേശുവെത്ര വല്ലവൻ, 10,000-ത്തിലധികം ശബ്ദമുയർത്തി. ഓ യേശുവെത്ര നല്ലവൻ, യേശുവെത്ര വല്ലവൻ, 10,000-ത്തിലധികം. ഒരിക്കൽ കൂടി പാപിയായിരുന്നെ, പാപിയായിരുന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര വല്ലവൻ, 10,000-ത്തിലധികം ശ്രേഷ്ഠ. നല്ലിടയനായ, ഓ നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിച്ചു, അവൻ എന്നെ ശിക്ഷിച്ചു, തൽക്കൊടുക്കി എന്നെ നിത്യം നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിച്ചു, അവൻ എന്നെ ശിക്ഷിച്ചു, ഒടുക്കിയിൽ എന്നെ യേശുവിൻ നാമം, ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. അവൻ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കെത്രയാണെന്ന്. അവൻ ഞാൻ ശബ്ദമുയർത്തി സന്തോഷത്തോടെ എല്ലാ കരങ്ങളും അടിച്ച് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. സമാധാനമില്ലാതെ സമാധാനമില്ലാതെ ഞാനറിഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാനറിഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തുജബലത്ത എന്നെ നടത്തി. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കെത്രയാണെന്ന്. അവൻ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്ക്. അതുകൊണ്ട് പറയാമോ, അവൻ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്ക്. ഭാവിയായിരുന്നെ, ഭാവിയായിരുന്നെ രക്ഷിപ്പാനായ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. ഭാവിയായിരുന്നെ രക്ഷിപ്പാനായ യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. 10,000-ത്തിലധികം ശ്രേഷ്ഠനാണ് അവൻ യേശുവെത്ര, യേശുവെത്ര വല്ലഭൻ, 10,000. ഒരിക്കൽ കൂടി ഭാവിയായി, ഭാവിയായിരുന്നെ രക്ഷിപ്പാനാ എന്റെ ജീവനർപ്പിച്ചു. ഭാവിയായി ആത്മാവിൽ പ്രതികരിച്ചു തന്നെ വാഴ്ചകളി. Hallelujah,
ചില നിമിഷങ്ങൾ കൂടി അന്യഭാഷകളുടെ ശബ്ദം ഉയരട്ടെ. ആ കരകളിലേക്ക് ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. കീബോർഡിന്റെ ശബ്ദം നിർത്തുമ്പോൾ നിർത്തുന്നതല്ല ആരാധന. ഒരു പാട്ടിന്റെ അവസാനം വരുന്നതല്ല അന്യഭാഷ. ഒരു പാട്ടിന്റെ അവസാനം വരുന്നതല്ല വചനം പറയുന്നു എപ്പോഴും നിന്റെ സ്തുതിയുടെ നാമം മേലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇത് അവസാനിക്കുന്ന ആരാധനയല്ല, ഹല്ലേലൂയ, അവസാനിക്കുന്ന കയ്യടിയല്ല, ഹല്ലേലൂയ, അവസാനിക്കുന്ന സ്തുതിയല്ല, അവസാനിക്കുന്ന ആരാധനയല്ല. ഈ 2025 ഈ 2ാമത്തെ മാസം, ഹല്ലേലൂയ, 2ാം തീയതി ചിലത് തുടരട്ടെ, ആരാധന തുടരട്ടെ, അന്യഭാഷ തുടരട്ടെ, നീ സ്തുതിക്കുന്നത് തുടരട്ടെ. ഇത് അവസാനിക്കുന്നതല്ല. തുറന്ന് ശബ്ദമുയർത്തി ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ആ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇന്ന് പകൽ ഇതിനകത്ത് പല ചോദ്യങ്ങളുമായി കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ട് എൻ്റെ രോഗത്തിൽ നിന്നൊരു സൗഖ്യം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ശാപത്തിൽ നിന്നൊരു വിടുതൽ നേടുന്നില്ല? എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നില്ല? ആ പല ചോദ്യങ്ങളുമായി ഇന്ന് കടന്നു വന്നവർക്കുള്ള ഉത്തരം ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഏക ഉത്തരം ക്രിസ്തു. നയീൻ എന്ന പട്ടണത്തിൽ ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മകനും മരിച്ചു. പലരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. പലരും പരിഹസിച്ചു. നീ ഇനി എന്ത് ചെയ്യും? നീ തകർന്നുപോയി, നിനക്കിനി ആരുമില്ല, നീ ഒറ്റപ്പെട്ടവളാണ് എന്ന് പലരും പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ഹല്ലേലൂയ, ബാലന്റെ ശവമഞ്ചവുമായി പട്ടണത്തിനകത്തു നിന്ന് പട്ടണത്തിന് പുറത്തേക്ക് പോകുമ്പോൾ പട്ടണത്തിന് പുറത്തു നിന്ന് അകത്തേക്കൊരു യാത്ര വരികയാണ്. ആ യാത്രയിൽ എൻ്റെ യേശു ഉണ്ട്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി എൻ്റെ യേശു ഒരു യാത്ര ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ കണ്ണുകളും അടച്ച് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഓ ആദ്യനും അന്ത്യനും എല്ലാ കണ്ണുകളും അടച്ച് ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും എല്ലാ കരങ്ങളും യേശു അനുഗ്രഹം നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവയുടെയൊക്കെ നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവ് ഇതുവരെയും അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവയുടെയൊക്കെ നല്ല കൃപകൾക്കായി നന്ദി. വന്ന ജനത്തെ അനുഗ്രഹിക്കണം, കടന്നുവരവൻ ആഗ്രഹിക്കുന്നതിന് തക്ക സമയത്ത് ദൈവം കൂട്ടി വരുത്തണം. കർത്താവ് തുറന്നു നടക്കുന്ന ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചു. സാന്നിധ്യം കൂടിയിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദിവസം എല്ലാവരും ദൈവം എല്ലാവരും. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രിയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന ഷിജു പാസ്റ്റർ കരങ്ങളെ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. Praise God. Praise the Lord. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മുഖം കണ്ടിട്ട് അടുത്തിരിക്കുന്ന ആളുടെ സന്തോഷം കെട്ടുപോകരുത്. പിന്നെ പറയരുത് വലിയ സന്തോഷത്തോടെയാണ് വന്നത്, അടുത്തിരിക്കുന്ന ആളുടെ മുഖം കണ്ടതോടെ എൻ്റെ വലിയൊരു സന്തോഷത്തോടെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് നൽകി. നമുക്ക് ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് വർഷിപ്പ് ലീഡ് ചെയ്തത് കർത്താവിൻ്റെ ദാസൻ ലിജോൺ പെട്ടകം
ലിജോൺ എന്ന അഭിഷിക്തനാണ്. അഭിഷിക്തൻ്റെ ഫാദർ നമ്മുടെ ലിജോൺ പുറത്തുള്ള ആളല്ല, നമ്മുടെ സഭയുടെ പാസ്റ്ററുടെ മകനാണ്, സുരേന്ദ്രൻ പാസ്റ്ററുടെ മകനാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയായിരുന്നു. ഒരു സ്വത്രം പറഞ്ഞിട്ട് നന്നായിട്ടൊരു കൈയടി കൊടുത്ത്. ദൈവം ഈ വർഷങ്ങളിലെല്ലാം നമ്മളെ അടുത്ത ഓരോ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിവരുത്തുകയാണ്. ലിജോ ജോണിനായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാറി മാറി നമ്മുടെ എല്ലാ ബ്രാഞ്ച് ചർച്ചസുകളിലും ശക്തമായിട്ട് ശുശ്രൂഷിക്കണം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് വെള്ളി ശനി ഞായറായിട്ട് നമ്മുടെ ചർച്ചയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തർ, ഒരുപക്ഷെ നമ്മുടെ ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയായിരിക്കും. കർത്താവിന്റെ ദാസൻ അജിത്ത് ഒക്കെ അങ്ങോട്ട് വരുന്ന നമ്മുടെ സ്നേഹത്തെ നിർമ്മിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തർ. ഞാൻ എറണാകുളത്തായിരിക്കുന്ന സമയത്താണ്, ഞാനായിരുന്ന സഭയിലെ ശുശ്രൂഷകനായിരുന്നു, ദാസായിരുന്നു. കർത്താവിന്റെ ദാസനായിരിക്കുന്ന സമയത്താണ് ഞാൻ ആ ശുശ്രൂഷയിൽ ഭാഗമാകുന്നതിനും നമ്മുടെ ആ ചർച്ചയിൽ തന്നെ കർത്താവിന്റെ അഭിഷേകത്തിൽ അസോസിയേറ്റ് ചെയ്യുന്ന ദൈവം സഹായിച്ചു. ഞങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ആ സഭയുടെ ദാസനായിരുന്നത്. അദ്ദേഹത്തിന്റെ വലിയ ഇടപെടലുകളും പ്രാർത്ഥനകളുടെ ഒരു മനുഷ്യനും ഒരു ശക്തമായി അനേകരോട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് യൗവനക്കാരെ അനേകരെ, എനിക്ക് എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡ്രഗ്സ് അഡിക്റ്റായി മാറുകയും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ ഒത്തിരി തവണ എഴുതി അദ്ദേഹം അത് നമ്മളോട് പങ്കുവയ്ക്കും. അങ്ങനെ ഒരു അനുഭവത്തിലാക്കുന്നത് ദൈവം സ്പർശിച്ച്, ദൈവം വിളിച്ചു വേർതിരിച്ച് കർത്താവായിട്ടുള്ള ഭയങ്കര ഗമ്യമായ ഒരു ബന്ധത്തിലായിട്ട് കയറുകയും അത് ആയിരങ്ങളെ രാജ്യങ്ങളെ ഇന്റർനാഷണൽ ലെവലിൽ അനേകരെ സ്പർശിച്ചു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭയിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ജീവിതങ്ങളെ അധികം സ്പർശിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തൻ അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ലഭിച്ചതിനെ പുറത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലും ശുശ്രൂഷിച്ചു. ദിനങ്ങളൊക്കെ വളരെ ആളുകളെ ദൈവസ്മിക്കുന്നവർക്ക് ആവശ്യമാകുന്നു. നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വാസ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ കൂടെ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അഭിഷേകത്തിനെ നമുക്ക് കരയിൽ വലിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് സ്തോത്രം. ഞാൻ ഇവിടെ വീട്ടിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് മലയാളി വിശ്വാസ സമൂഹത്തിൽ കാണാൻ ബുദ്ധിമുട്ടായ പല കാര്യങ്ങളും ഈ ചർച്ചയിൽ കണ്ട് കർത്താവിനെ സ്തുതിക്കുവാണ്. എനിക്ക് കർത്താവ് നൽകി ചില വാക്യങ്ങൾ എനിക്ക് വേണ്ടി വായിക്കണേ. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ ദയവായി മൈക്കുള്ള കുഞ്ഞുങ്ങളാലും വായിച്ചു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുന്നേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുപ്പിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഞാൻ ഈ വാക്യങ്ങളിൽ നിന്നും ഒത്തിരി നാളായിട്ട് പ്രസംഗിക്കുന്നു. പക്ഷെ ഓരോ പ്രസംഗം കഴിയുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടെ തരും. എനിക്കറിയാം, ഒരു മനുഷ്യനെ കൊണ്ട് പ്രസംഗിച്ച് തീർക്കാനായിട്ട് സാധ്യമല്ല ഒരൊറ്റ വാക്യം. കാരണം ഇത് എഴുതിയത് ദൈവം. ഒരു മനുഷ്യനെ കൊണ്ട് പ്രസംഗിച്ച് തീർക്കാൻ കഴിയുന്ന സംഭവങ്ങളൊന്നുമല്ല. അപ്പൊ ഞാൻ ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആധികാരികമായി വചനം പറയുന്ന താങ്കൾ ആരുവേ? ആധികാരികമായി വചനം പ്രസംഗിക്കാൻ കഴിയുന്ന താങ്കൾ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ദൈവം എഴുതിയ വചനം. ഈ ഒരു വചനം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം. ഈ ഒരൊറ്റ വചനം കൊണ്ട് ദൈവം ഇന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നടന്നുകൊണ്ടേയിരിക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന
നൂറ്റാണ്ടുകളായിട്ടും ആ വചനം ഇന്നും ഈ യൂണിവേഴ്സിനെ കീപ്പിംഗ് ഓൺ ക്രിയേറ്റിംഗ്, അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രകാശത്തെക്കാൾ അധികം വേഗത്തിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക. ഇത് എവിടെ വന്ന് ആർക്കറിയില്ല. അപ്പോഴോ ഏതോ ഡിഗ്രി എടുത്ത ഒരു മിസ്റ്ററോ മിസ്സസോ ഞാൻ എനിക്കറിയാം, ഇതിനു മുമ്പിൽ നിന്ന് അന്താളിച്ച് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി, ഒരു മണൽത്തരി, കടൽ തീരത്തെ മണൽത്തരി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കാരമായി പോകും. ഇതിനു മുമ്പിൽ വന്നിങ്ങനെ കണ്ണു പിടിച്ച് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി മാത്രമാണ് ഞാൻ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പിന്നെ 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 തരിക. വർഷമായി പ്രസംഗിച്ചു വരുന്നു, നീ ചാവുന്ന വരെ പ്രസംഗിക്കും. എന്നാലും തീരത്തില്ലെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ 3 അടിസ്ഥാന കല്ലുകളാണ് അവൻ ഈ വാചകങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സഭ, നമ്മൾ ഇന്നലെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ പറഞ്ഞതാണ്, അതുകൊണ്ട് അധികം നേരം എടുത്തിട്ടില്ല. ഈ സഭ വലിയ കഷ്ടതയിൽ കൂടെ പോവുകയാണ്. അനേകർ മരിച്ചു കഴിഞ്ഞു, അനേകരെ കൊന്നു കഴിഞ്ഞു. ഇന്നലെ കാറ്റക്കോംസിന്റെ ഒക്കെ കാര്യം ഷിജുദാസ് അവിടെ പോയി കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. ഒരു ഒറ്റ 4 നില ഗ്രേവ്യാർഡ്, 4 നിലയുള്ള ഒറ്റ ശവമടക്കിയ ബിൽഡിംഗ്, 5 ലക്ഷം പേരെ അവർ ഒറ്റ ബിൽഡിങ്ങിനകത്ത് അടക്കിയിട്ടുണ്ട്. അവൻ കൈകാലുകളില്ലാത്തവര്, തലയില്ലാത്തവര്, കുഞ്ഞുങ്ങളും. ഇതൊക്കെ അനുഭവിച്ചവരോട് എഴുതി എഴുതായത്. അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ 10,000 രൂപ സമ്മാനത്തിന് വേണ്ടി ആരും വായിക്കരുത്. ഹല്ലേലൂയ, ആമേൻ. ആ അസ്ഥികൂടങ്ങൾ മനുഷ്യരായിരുന്നപ്പോൾ അവർക്ക് വായിക്കാൻ പൗലോസ് അപ്പോസ്തലൻ എഴുതി കൊടുത്ത എഴുത്താണ് നമ്മളെ എഴുതിയിരുന്നത്. അവരെ നിലനിർത്താൻ, അവരുടെ കണ്ണീരൊപ്പം അവരെ വളർത്താൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി കൊടുത്ത് ആ മനുഷ്യർക്ക് കൊടുത്തുവിട്ട എഴുത്താണ് നമ്മളെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര ഇമ്പോർട്ടന്റ് ആണ് കർത്താവിന്റെ വചനം എന്ന് മനസ്സിലാക്കണം, ബൈബിൾ എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തീയ പേരുള്ളവർ തന്നെ ഇതിനെ നിന്ദിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോ 3 കാര്യങ്ങൾ ഇവരെ നിലനിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് കൊടുക്കുക, ഇവരെ ഉറപ്പിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് കൊടുക്കുക, ഇവരുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. എനിക്കിത് 3 പറഞ്ഞിട്ട് പോകണമെന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കാര്യത്തിലായിരിക്കും. ഒന്നാമത്തെ കാര്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും കർത്താവായ യേശു ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് മറക്കല്ല. പീഠങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഒരു സഭയെ നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവ് പറയുന്ന 3 അടിസ്ഥാന കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പറഞ്ഞില്ല, അതുപോലെ ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട്, ആരും പഠിക്കണ്ട, സന്തോഷമായിട്ടിരിക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇവിടെ അനുഗ്രഹം എന്ന് മാത്രം പറയാൻ? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കും അതൊരു ഏതോ കാറിനെ കുറിച്ച് പറയുന്നു, വീടിനെ കുറിച്ച് പറയുന്നു, കോടിക്കണക്കിന് രൂപയെ കുറിച്ച് പറയുന്നു എന്ന് മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കും. കാരണം മനുഷ്യൻ ജഡത്തിൽ ജീവിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു ആത്മീക അനുഗ്രഹം. ആദ്യം ഒരു ഇച്ഛ സാധനം നമുക്ക് തോന്നുന്നു, അത് വേറെ മറ്റത് മതിയാണ്, നമുക്ക് പറയാനുള്ളോ അത്യാവശ്യം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്
പക്ഷെ ബൈബിള് 2000 വർഷം പറഞ്ഞത് ഈ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ശാസ്ത്രം ഇന്നതിനെ 5D എന്ന് വിളിക്കുന്നു. 5D, the fifth dimension. ഇത് എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് പിടികിട്ടി. ഒരാത്മാവിന്റെ ലോകം, spiritual dimension, fifth dimension. ശാസ്ത്രം ഇന്ന് അംഗീകരിച്ച കാര്യമാണ് the 5D അല്ലെങ്കിൽ fifth dimension. ശാസ്ത്രം പറയുന്നുണ്ട് ഈ ലോകമാണ്, ഈ ഡയമെൻഷനാണ് മറ്റുള്ള 4 ഡയമെൻഷനെയും നിയന്ത്രിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരിക്കുന്ന മിസ്റ്റർ മിഷിയ കാക്കു, പ്രൊഫസർ മിഷിയ കാക്കു, അദ്ദേഹം പറയുന്നുണ്ട് this is the realm where God lives. ദൈവം വസിക്കുന്ന ഇടമാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും വലിയ ആളാണ് പ്രൊഫസർ മിഷിയ കാക്കു. അദ്ദേഹം പറയുന്നു ദൈവമുണ്ട്. ഇന്നലെ പറഞ്ഞ അവരോട് പറയാം, the father of physics, son of Sir Isaac Newton, പറയുന്നു ഒരു ദൈവമുണ്ട്. അദ്ദേഹത്തെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിച്ചെടുക്കും. കാരണം അദ്ദേഹമില്ലാതെ ഒരു ലോകത്തെ കുറിച്ച് എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയ ഒരു ലോകത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്ന തോമസ് ആൽവാ എഡിസൺ ഒരു പച്ച വിശ്വാസിയായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടും ലൈറ്റും ഫോൺ അലക്സാണ്ടർ 2500 കണ്ടുപിടുത്തങ്ങളാണ് തോമസ് ആൽവാ എഡിസൺ കണ്ടുപിടിച്ച് ഇന്നത്തെ ശാസ്ത്ര ലോകത്തിന്റെ അടിസ്ഥാനം പാകിയവരാണിവർ. അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു കറതുന്ന വിശ്വാസിയായിരുന്നു, നിങ്ങളിൽ ഒരുവരെ പോലെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലര് ഉഷാദാടി ഒരു നാളെ ജുബ്ബ, അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. ഒരു ഉഷാദാടിയും ഒരു നാളെ ജുബ്ബയും. പുള്ളി പറഞ്ഞു ദൈവമില്ല. എടാ നിനക്ക് ബോധമില്ലാത്തതുകൊണ്ട്, ബോധമുള്ളവർ പറയുന്ന കേക്ക് ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ മിഷിയ കാക്കു പറയുന്ന കേക്ക് ദൈവമുണ്ട്. നീ സർ ഐസക് ന്യൂട്ടൻ പറയുന്ന കേക്ക് ദൈവമുണ്ട്. ആമേൻ. നീ തോമസ് ആൽവാ എഡിസൺ പറയുന്ന കേക്ക് ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവരൊക്കെ യഥാർത്ഥ ജീനിയസുകളാണ്, അവരൊക്കെ യഥാർത്ഥ സയന്റിസ്റ്റുകളാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞ ആരും ഇവിടെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പറഞ്ഞു വന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ. അതുകൊണ്ട് ആ ഫിഫ്ത്ത് ഡയമെൻഷൻ ആണ് നിങ്ങളുടെ ബാക്കി 4 ഡയമെൻഷൻ, എക്സ്, വൈ, ഇസഡ് ആൻഡ് ടൈം. അതാണ് 4 ഡയമെൻഷൻസ് ഇതിനെ നിയന്ത്രിക്കുന്നത്. 4 ഡയമെൻഷൻസ് ഞാൻ ശാസ്ത്രം പഠിപ്പിക്കാൻ നിൽക്കുകയല്ല, കാരണം എനിക്ക് ശാസ്ത്രത്തെ കുറിച്ച് വലിയ പിടിയില്ല. എക്സ്, വൈ, ഇസഡ് ആൻഡ് ടൈം, അതാണ് 4 ഡയമെൻഷൻസ് എനിക്കറിയാം. The fifth dimension is the spirit world. ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് വേൾഡ് ആണ് ബാക്കി 4 ഡയമെൻഷൻസിനെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മീയ ലോകത്തിൽ എന്ത് നടക്കുന്നോ അതാണ് നാളെ ഭൗതിക ലോകത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ ലോകത്ത് നമ്മളൊരു വാഴ കൃഷി ചെയ്യുമ്പോൾ ആമേൻ സ്വന്തം നല്ല കൊല വരാൻ ഈ വാഴയുടെ കൂമ്പ് വരുമ്പോൾ കുറച്ച് യൂറിയയും പൊട്ടാഷ്യം അതേ കൊണ്ട് കെട്ടിവെക്കുകയാണോ ചെയ്യുന്നത്? അതിടുന്നത് മണ്ണിനാണ്, ദ അൺസീൻ വേൾഡില്. അതിന്റെ വാഴയുടെ അടിയിലൊരു ഞങ്ങള് ഒരു വാഴ മാണമെന്ന് പറയും, ഇവിടെ എല്ലാം പറഞ്ഞ് എനിക്കറിയത്തില്ല. ആമേൻ സ്വന്തം അതിലാണ് അതിന്റെ പരിപാടി നടത്തുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് വെളിപ്പെടുന്നത് കൊലയാണ്. അതുപോലെ ആത്മീയ ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നോ അതാണ് നാളെ ഭൗതിക ലോകത്തിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഭൗതിക ലോകത്തെ നിങ്ങൾ നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളവരാണ് വിളിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് രോഗസൗഖ്യമായിക്കൊള്ളട്ടെ, കടബാധ്യത വിടുതലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വിടുതലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭൗതിക ലോകത്തിൽ ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആത്മീക ലോകത്തെ ക്രമീകരിക്കലാണ്.
അതൊന്നും എനിക്ക് വരെ വാസം. ഞാൻ ഏതെങ്കിലും സഭയിൽ പോകാം, ഒറ്റ കുട്ടി വല്ലതും പറയുമ്പോൾ കൈയടിക്കാം, അമ്മ എനിക്ക് വിടുതലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റിന്റെ അടുത്ത് വരാം, പാസ്റ്റിന്റെ കൈ എന്റെ തലയെ കൈ വെച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ അമ്മ ആ പാസ്റ്റിനുള്ള ദൈവശക്തി മുഴുവൻ ഞാൻ ഊറ്റിയെടുത്തിട്ട് അമ്മ ഞാൻ ഫാസ്റ്റ് ഫുഡ് പോലെ ഈ വിടുതൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതെ പറഞ്ഞ കുഞ്ഞ് അത് നടക്കില്ല. ആത്മീയ ലോകം ക്രമീകരിക്കണം, ആത്മമണ്ഡലം ക്രമീകരിക്കണം. അത് ഭൗതികത്തിൽ വെളിപ്പെടും. അമ്മേ സ്വന്തം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അമ്മേ ഈ ആത്മലോകം അനുഗ്രഹിക്കപ്പെട്ടാലുണ്ടല്ലോ, ഞാൻ പറയാം, ഈ ആത്മലോകം അനുഗ്രഹിക്കപ്പെട്ട ആ അനുഗ്രഹം നീ ചാകുന്നതോടെ ചാകത്തില്ല. ഹല്ലേലൂയ. ഒരു കാർ മേടിച്ചാൽ എത്ര നാൾ ഓടിക്കും? ഇന്നത്തെ നമ്മുടെ റോഡ് കണ്ടീഷനും കാറുകളുടെ കണ്ടീഷനും വെച്ച് മാക്സിമം 10 വർഷം അല്ലെങ്കിൽ 15 വർഷം. ഇനി പോട്ടെ, ഒരു റീരജിസ്ട്രേഷൻ എടുത്താൽ 20 അല്ലെങ്കിൽ 25. അതിൽ കൂടുതൽ ആര് കാർ ഓടിക്കില്ല. ഒരു വീട് വെച്ചാലോ ഒരു 40 വർഷം അല്ലെങ്കിൽ 50 വർഷം. അത് കഴിഞ്ഞ് ആ വീട് കൊണ്ട് പ്രയോജനമില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ കുറച്ചു നാൾ കൊണ്ട് ഭൗതികത്തിൽ അവസാനിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആത്മലോകത്തിൽ അനുഗ്രഹം കയറിയാൽ അത് നീ കൊണ്ട് തീരത്തില്ല. അതിന് നീണ്ട ശേഷം കുഞ്ഞുങ്ങളില്ലാതിരിക്കും, അവരുടെ കുഞ്ഞുങ്ങളില്ലാതിരിക്കും, അവരുടെ കുഞ്ഞുങ്ങളില്ലാതിരിക്കും, അവരുടെ കുഞ്ഞുങ്ങളില്ലാതിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചൻ കാരണം, പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചി കാരണം 1000 തലമുറ വരെ ദൈവം തന്റെ ദയയെ കണക്കുമെന്നവര് 1000 തലമുറ. അതായത് നീ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ ആരാധിച്ചപ്പോൾ നിന്നിലുള്ള ജീനുകൾ ആരെയൊക്കെ കയറുമോ, ഈ ജീനുകൾ നിന്റെ DNA ആരെയൊക്കെ കയറുമോ അവരിലൊക്കെ ഈ അനുഗ്രഹം ചെയ്യും. അവരിലൊക്കെ ഈ അനുഗ്രഹം ചെല്ലും. ഇതികൾ തൊടുന്നതൊക്കെ പൊന്നാകും. നമ്മുടെ മലയാളത്തിലെ ഭാഷാശൈലി അനുസരിച്ച് അത്ഭുതവാതിലുകൾ ഇതിങ്ങളുടെ മുമ്പിൽ തുറക്കും. ഞാൻ അനുഗ്രഹം ശാപം പറയാൻ നല്ല നിൽക്കുന്നത് ഇതിന്റെ സബ്ജക്റ്റ് അതല്ല. ആത്മലോകം ക്രമീകരിക്കുമ്പോൾ ഇവിടെ സകല ആത്മീയ അനുഗ്രഹം സ്വർഗത്തിലെ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വസ്തുക്കൾ സകലത്തും ആർക്കാണ് ദൈവത്തിന് കൊടുക്കുമെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. വെരി ഗുഡ്, യു ആർ അപ്രീഷിയേറ്റഡ്, വെരി ഗുഡ്. അത് എല്ലാവരും അങ്ങനെ ചെയ്തില്ലല്ലോ. എന്നാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം ചോദിക്കണം. നിങ്ങളുടെ വസ്തുക്കൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സകലതും ആർക്ക് കൊടുത്തിട്ടാ പോകുന്നേ? നാട്ടുകാരനാണോ? ബന്ധുക്കൾക്കാണോ? പിന്നെ ആർക്കാ കൊടുക്കുന്നേ? മക്കൾ. ആർക്കാ കൊടുക്കണേ? സകലതും കൊടുക്കുന്നത് ആർക്കാ? മക്കൾക്കേ കൊടുക്കും. ഇവിടെ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സകല എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് അറിയാമോ? It's because your sons and daughters, ഈ ദൈവത്തിന്റെ പുത്രിമാരും പുത്രന്മാരും ആണ് എന്ന ഉറപ്പ്. സഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആത്മീയ മുത്തുകളിലൊന്ന്, നീ സ്വർഗത്തിന്റെ മകനാ, നീ പിതാവിന്റെ പൈതലാ, നീ യേശുവിന്റെ സഹോദരനാ. നീ സ്വർഗത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. അതുകൊണ്ട് സ്വർഗത്തിലുള്ള സകലതും നിനക്കുള്ളതാണ്. നീ പിതൃ സ്വത്തവകാശിയാണ് സ്വർഗത്തിന്റെ. അവകാശികളാണ്. അതുകൊണ്ട് സ്വർഗം നമ്മുടെ അവകാശമാണ്. പറഞ്ഞ സ്വർഗം എന്റെ തറവാടാണ്. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ, നമ്മള് സ്വന്തം എവിടെയെങ്കിലും പോയി ജോലി ചെയ്തിട്ട് തറവാട്ടിൽ തിരിച്ചു വരുന്ന പോലെ ഞാൻ ഇവിടെ നെടുമങ്ങാട് എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്, അതിന് വന്നേക്കുക. പക്ഷെ ഞാൻ നെടുമങ്ങാട്ടുകാരനല്ല, ഞാൻ സ്വർഗത്തിൽ നിന്നാണ്. ഞാൻ സ്വർഗത്തിലോട്ട് തിരിച്ചു പോകും.
കഴിയുന്നവർക്ക് ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ തൻചേർത്തോടെ നേരിടുവാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ തറവാട് സ്വർഗത്തിലുണ്ട്. എന്റെ ആത്മനോട് ഈ സഭയ്ക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ മുത്തെന്ന് പറയുന്നത്, നിങ്ങൾ പിതാവിന്റെ മക്കളാണ്. സ്വർഗത്തിലെ സകലതും നിങ്ങളുടെ പിതൃസ്വത്ത് അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 2 നാലാമത്തെ വാക്യം വായിച്ചുപോളെ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകണം എന്നതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ നമ്പർ 2. മുത്ത് നമ്പർ 2 എന്താണ്? എന്തിനാണ് തിരഞ്ഞെടുത്തത്? നാട്ടിലെ ഏറ്റവും വലിയ വണ്ടിയെ നടക്കാനാണോ? ഏറ്റവും വലിയ വീട്ടിൽ ജീവിക്കാനാണോ? നമ്മുടെ ചില സഹോദരന്മാർക്ക് അവരുടെ വേലയ്ക്ക് ആവശ്യമായതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള പൊസിഷൻസ് ഒക്കെ കൊടുക്കുകയും ലോകത്ത് അവരെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ആമേൻ. ചില ആൾക്കാരെ ഈ ഭൗതികത്തിൽ കർത്താവ് വളരെ ഉയർത്തിയതായി കാണാം. കാരണം അവരുടെ വേലയ്ക്ക് അത് ആവശ്യമായതുകൊണ്ടാണ്. അത് ദൈവം തന്നെ കൊടുത്തതാണ്. അവരെ അസൂയപ്പെടരുത്. പക്ഷെ നമ്മൾ എന്തിനാണ് തെരഞ്ഞെടുത്തത്? പറഞ്ഞു അവരുടെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ആമേൻ. ഞാൻ അല്പം ഒരു ചെറിയ ഒരു ബൈബിൾ ക്ലാസ്സിൽ 5 മിനിറ്റ് കേട്ടു. ഇവിടെ വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിൽ ഹാജിയോസ് എന്നാണ് കാണുന്നത്. അതിൽ നിന്നാണ് ഈ 2 വാക്കുകൾ ഉണ്ടായത്. ഈ ഹാജിയോസ് എന്ന വാക്ക് അത് തന്നെയാണ് ഇംഗ്ലീഷിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് കാണുന്നത്. സാങ്ക്ടിഫിക്കേഷൻ അത് തന്നെയാണ് മലയാളത്തിൽ വിശുദ്ധി, വേർപാട്. ഇത് രണ്ടും ഹാജിയോസ് ആണ്. വിശുദ്ധി, വേർപാട്, ഇത് രണ്ടും ഹാജിയോസ് ആണ്. വിശുദ്ധിയെയും വേർപാടിനെയും നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില പ്രത്യേക ഡ്രസ് ഇടുന്നതാണോ, ചില പ്രത്യേക ഡ്രസ്സസ് ഇടാതിരിക്കുന്നതാണോ, ആവരണം ധരിക്കുന്നതാണോ, ആവരണം ധരിക്കാതിരിക്കുന്നതാണോ, മീശ വെക്കുന്നതാണോ, മീശ വെക്കാതിരിക്കുന്നതാണോ, താടി വെക്കുന്നതാണോ, താടി ഷൂന്ന് വളർത്തുന്നതാണോ, അതോ ഷേവ് ചെയ്യുന്നതാണോ? ഇതൊക്കെ എല്ലാം നല്ലതാണ്, എല്ലാം നല്ലത്. എൻ്റെ വൈഫ് സ്വർണ്ണം ഉപയോഗിക്കത്തില്ല, ഞാൻ സ്വർണ്ണം ഉപയോഗിക്കത്തില്ല, കാരണം എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ സ്വർണ്ണം ഉപയോഗിക്കത്തില്ല. അത് ഞങ്ങളുടെ ആത്മീയ പിതാവിനെ പോലെ കാണുന്ന ഒരു ഞങ്ങളുടെ ആത്മീയ പിതാവ് അവളോട് അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ എൻ്റെ ഭാര്യ സ്വർണ്ണം ഇട്ടപ്പോ ഉണ്ടതിനേക്കാൾ ഇച്ചിരി കൂടെ സുന്ദരി സ്വർണ്ണം ഇടാതെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഭർത്താക്കന്മാർക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള സത്യം. ഞാൻ സത്യമായിട്ട് പറയാം, എൻ്റെ വൈഫിന്റെ സൗന്ദര്യം ഇച്ചിരി കൂടിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇടാതായപ്പോൾ. പക്ഷെ അതിനൊന്നും ആത്മീയ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരാം. ഞാൻ വായിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങളൊന്നും വിടാം. നിങ്ങൾ എൻ്റെ വീടെടുത്തിരുന്നത് വെള്ളിയും പൊന്നും കൊണ്ടുള്ള ആ വാക്യമൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും. ആ വെള്ളിയും പൊന്നും പ്രിയപ്പെട്ടവരെ അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ പേരാണ് ഗോൾഡ് ആൻഡ് സിൽവർ. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ പേരാണ്. ഇന്ന് ഉരുട്ടി ഇവിടെ തൂക്കിയിടുന്ന ആ സാധനത്തെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുടെ പേരാണ്. ഓക്കെ, ഞാൻ ഇതിൽ കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിച്ചില്ല, കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ ആളെ പറയാം. ഓക്കെ, അപ്പോ അവൻ ഞാൻ പറഞ്ഞത്, അപ്പൊ എന്താണ് വിശുദ്ധി, എന്താണ് വേർപാട്? ഹാജിയോസ് എന്നാണ് പഠിച്ചാൽ മതി. ഹാജിയോസ് എന്ന വാക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയത്തിൽ, ആ ദേവാലയത്തിൽ ദൈവിക യാഗകർമ്മങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ വസ്തുക്കൾക്കും ഒന്നിച്ചു പറയുന്ന പേരാണ് ഹാജിയോസ്. യെരൂശലേം ദേവാലയത്തിൽ, ആ ദേവാലയത്തിൽ ദൈവിക യാഗകർമ്മങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും
ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ വസ്തുക്കൾക്കും പൊതുവിൽ പറയുന്ന പേരാണ് ഹാജിയോസ്. അത് നമുക്ക് ഹാജിയോസിനെ അതിന്റെ അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ കിട്ടും, എ സോൾഡ് ഔട്ട് പേഴ്സൺ. ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, എ സോൾഡ് ഔട്ട് പേഴ്സൺ. സോൾഡ് ഔട്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ രാഷ്ട്രീയക്കാരിൽ ഒത്തിരി പേര് ഈ ടൈപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുന്ന സിദ്ധാന്തത്തിന് വേണ്ടി ജീവൻ കളയാൻ പോലും മടിയില്ലാത്തവർ, താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ളവർ, എല്ലാം വിട്ട് ഇതിനു വേണ്ടി ജീവിക്കുന്നവർ. പണ്ട് കാലത്താണ് ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ സോഫ്റ്റ്. നമ്മുടെ സൈന്യത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി പേർ കാർഗിൽ യുദ്ധത്തിൽ ഇപ്പോഴും അതിന്റെ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പരമവീര ചക്ര ഒക്കെ കൊടുത്ത് രാജ്യം റെസ്പെക്ട് ചെയ്തു. എന്റെ ബറ്റാലിയൻ മുഴുവൻ വെടിയേറ്റ് വീണു. ഞാൻ ആ വ്യക്തിയുടെ പേരോർക്കുന്നില്ല. ഒരു ജസ്റ്റ് എടുത്ത് പറഞ്ഞത് അത് തെറ്റിപ്പോയാൽ കുഴപ്പം, അത് ശരിയാണ്. തന്റെ ബറ്റാലിയനിൽ ബാക്കിയുള്ളവരെല്ലാം വെടിയേറ്റ് വീണു. ശത്രുക്കൾ വന്ന് പൊതിഞ്ഞു. താൻ ഒന്നുകിൽ എന്നെ വെള്ളപ്പൊടി പൊക്കി കാണിക്കണം, കീഴടങ്ങണം, എന്നെ കൊല്ലലേ എന്ന് പറയാം. ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ UN ഒക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടും. ജീവനോടെ വരാം, ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും പേരൻസിന്റെയും അടുക്കൽ വരാം, സമാധാനത്തോടെ ജീവിക്കാം. ഈ വെള്ളപ്പൊടി പൊക്കി കാണിച്ചാൽ മതി. കൂടെ ഉണ്ടാവുന്നവരെല്ലാം ചത്തു, എല്ലാവരും വെടിയേറ്റു വീണു. ഇദ്ദേഹം മാത്രം ജീവിച്ചിട്ടുണ്ട്. ശത്രു സൈന്യം വന്നു പൊടിഞ്ഞു. ഈ മനുഷ്യൻ വെള്ളപ്പൊടി പൊക്കി കാണിച്ചില്ല. തന്റെ യന്ത്രത്തോക്കിന്റെ കാഞ്ചു വലിച്ച് വെടിവെച്ചുകൊണ്ടോടി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെടിത്തുണ്ടകൾ വന്ന് പതിക്കുമ്പോഴും അവൻ വെടിവെച്ചുകൊണ്ടേയിരുന്നു. അവസാനം താൻ വീഴുന്നത് വരെ തന്റെ യന്ത്രത്തോ തനിക്കെതിരെ നിന്ന ബറ്റാലിയൻ 230 എണ്ണത്തെ സ്വന്തം ജീവനേക്കാൾ തന്റെ രാജ്യത്തെ രാജ്യത്തിന് വേണ്ടി അവൻ സ്വന്തം ജീവനേക്കാൾ രാജ്യത്തിന് വേണ്ടി അവൻ ജീവൻ ബലികഴിക്കാൻ മടിയില്ലാത്തവർ, അവൻ രാജ്യത്തെ സംബന്ധിച്ച് ഇതാണ് നിങ്ങളെ വിളിച്ചത്. Hagios for the Lord, a sold out person. Hallelujah. That is why you are called. അതാണ് നിന്റെ വിളി, അതാണ് വിശുദ്ധിയായ വേർപാട്. മറ്റെന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതല്ല. ആമേൻ. രാജ്യത്തിന് a sold out person. വേണമെങ്കിൽ വെള്ളപ്പൊടി നോക്കി കാണിച്ചാൽ മതിയായിരുന്നു. അവൻ കൊല്ലാതെ പിടിക്കും. കുറച്ചു കഴിയുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് യുദ്ധം പെട്ടെന്ന് തീരും. ഇവരെ തിരികെ വീട്ടിലേക്ക് അയക്കും. സ്വന്തം ജീവനെ പോലും വകവെച്ച് രാജ്യത്തിന് വേണ്ടി പുണ്യവൻ അവൻ. That is why you are called. ഇതാണ് നിന്റെ വിളി. Hallelujah. കാർ വേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, നോ പ്രോബ്ലം. കർത്താവ് നിനക്ക് കാർ തരും. വീട് വേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നിനക്ക് വീട് തരും. എനിക്ക് ഓർമ്മയാണ്, എനിക്കൂടെ പ്രാർത്ഥന. അത് ഈ വാടക വീട് നടന്നു മാറ്റി ഇതെല്ലാം കെട്ടിപ്പറിക്കുന്ന ലോറി കയറ്റി പോകുന്ന കാര്യം ഓർക്കാൻ പോയില്ല. കാരണം സ്വർഗത്തിൽ എനിക്കൊരു കൊട്ടാരമാണെന്ന് എനിക്ക് ഇവിടെ വാടക താമസിച്ചാണ്. ഞാൻ കൊട്ടാരത്തിലൊക്കെ പോകുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ പ്രായമായി വരും. അതുകൊണ്ട് ഒരു വീട് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. ഇതൊക്കെ വേണം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ്
എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, ഈ പല ദൈവമക്കളും ദൈവ സന്നിധി വന്നിട്ട് ഇഞ്ചി പിടിച്ച കുറവിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നു. മലയാളം വായിക്കുക. ലോകത്തിന് സ്വത്രം ചിരിക്കാനുള്ളതൊന്നും ഇന്ന് സ്വത്രം സംഭവിക്കുന്നില്ല. നിങ്ങൾ പേപ്പർ എടുത്ത് വായിക്കുക, ചിരിക്കാൻ പറ്റുന്നതൊന്നും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പേപ്പർ അധികം വായിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്രഷൻ വരും. സ്വന്തം കുഞ്ഞിനെ പാറയിൽ അടിച്ചു കൊന്ന് കാമന്റെ കൂടെ ഒളിച്ചോടുന്ന സ്തംഭമാണ് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഒരു പുരുഷനെ വിളിച്ചു വരുത്തി അവനോടുകൂടെ ശാരീരിക ബന്ധം കഴിഞ്ഞ് വിഷം കൊടുത്ത് കൊല്ലുന്ന ഗ്രീഷ്മമാണ്. 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നവർ കേട്ടിട്ടുണ്ടോ? അധികം പത്രം വായിക്കുന്ന ഡിപ്രഷൻ വരും. ദൈവവചനം വായിച്ച് രാവിലെ എഴുന്നേറ്റ മനോരമ പത്രം തപ്പിപ്പോ. ഞങ്ങളുടെ നാട്ടിലെ അച്ഛന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. രാവിലെ എഴുന്ന ഒരു ചായയിൽ കൂടെ മനോരമ കിട്ടിയില്ല, അവരെ കൈ നിറഞ്ഞു. ജീവന്റെ വചനം വായിക്ക്. രാവിലെ എഴുന്ന ഉടനെ വായിക്ക്. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വായിക്ക്. ഇന്നലെ പറഞ്ഞതുപോലെ ഒരിക്കലും പറ, ഞാൻ അവന്റെ സ്വന്തമാണെന്ന് പറ. അവൻ എന്റെ സ്വന്തമാണെന്ന് പറ. ജീവനുണ്ടാകും, ജീവൻ വളരും. തിരിച്ചു വരാൻ പ്രിയപ്പെട്ടവരെ, ഭൗതിക ആവശ്യങ്ങൾ കർത്താവ് തരും. സ്വന്തം പുത്രനെ തരാൻ കഴിയാത്തവനാണോ? സ്വന്തം പുത്രനെ തരാൻ മടിയില്ലാത്തവനാണോ? നിനക്കൊരു കാർ തരാൻ മടി? സ്വന്തം പുത്രനെ നിങ്ങൾക്ക് ആക്കിന്റെ ഏറ്റവും വയ്ക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾ ഒന്ന് തൊടാമോ? ഞാൻ ശക്തിയായിട്ട് പറയാം, നിങ്ങൾ ജീവനോട് തിരിച്ചു പോകും. ചുമ്മാ കൂട്ടിപ്പോണ്ട, കൊല്ലത്തൊന്നുമില്ല, പക്ഷെ മാക്സിമം കണ്ട് അടിയില്ല. ചുമ്മാ പറഞ്ഞു കേട്ടോ, എനിക്കത്തില്ല, ഞാനത് പോലീസിൽ പോയി പറഞ്ഞു. ദോഷികളായ നമ്മളെ ഓർത്തപ്പോ, ദോഷിയായ എന്നെയും നിന്നെ ഓർത്തപ്പോ, സ്വന്തം ഓമന കുമാരനെ കാൽവരിയിൽ 3 ആണികളെ തറച്ചിട്ട് അവന്റെ ശരീരം വിരൂപമാകുന്നത് പോലെ അടിച്ച് അവന്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി നിനക്ക് തിരിച്ചു വീട്ടിൽ ചെല്ലാൻ ഒരു വഴി ഒരുക്കി തന്ന പിതാവിനാണോ നിനക്കൊരു വീട് തരാൻ മടി, ഒരു കാർ തരാൻ മടി? ഇതൊക്കെ കൈനീട്ടി വാങ്ങിച്ചിട്ട് ദൈവസന്നിധി വന്ന് ഇഞ്ചി കടിച്ച കൊരകിനെ പോലെ ഇരിക്കുന്ന താങ്കൾ എന്നെ പറയും, എന്റെ പൊന്നെ, ഈ ലോകം ഒന്ന് ചിരിക്കാൻ വകയുള്ള ഒരൊറ്റ കൂട്ടമാണ് എന്റെ മുമ്പിൽ. ഈ ലോകത്ത് ഒന്ന് സമാധാനിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് ഭയങ്കര ചിരിക്കാൻ നിങ്ങളെപ്പോലെ പ്രൊഫഷനുള്ള മറ്റൊരു കൂട്ടം ഈ പ്രപഞ്ചത്തിൽ ലോകത്തിനില്ല. നമുക്കറിയാം കഷ്ടതയാണേലും എത്ര നാളത്തേക്ക്, കഷ്ടതയാണേലും ഇനി എത്ര നാളത്തേക്കാ, അതിനുശേഷം എങ്ങോട്ടാ ഞാൻ പോകുന്നു? ഉള്ള 12 ഗോപുരമേ തമഹത്വം കണ്ടിട്ട് മകങ്ങൾ ആരും കുതിക്കുന്നു വാനവരിൽ സ്തുതിനാദം, വാനവരിൽ സ്തുതിനാദം സഭ മുഴങ്ങും ശാമേ. ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, വാനവരിൽ സ്തുതിനാദം സദം മുഴങ്ങും ശാമേനും, വാനവരിൽ സ്തുതിനാദം സദം മുഴങ്ങും ശാമേനും. ഞാൻ ചേർന്നിടുമോ പരസുതനെ,
ഹല്ലേലൂയ. ഇത് നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു 4 ലൈൻ പാടി നോക്കേ ഉള്ളൂ. ഈ പൊടിയും ഈ കൊതുകും ഈ ചൂടും ഈ ഉഷ്ണവും ഒക്കെ കുറച്ച് നാളത്തെ കൂടെ ഉള്ളൂ. നിനക്ക് വേണ്ടി ഒരു കൊട്ടാരം, നിനക്ക് വേണ്ടി ഒരു കൊട്ടാരം, നിനക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗം ചാമി അറിഞ്ഞു വരുന്ന എനിക്കറിയാം. നിങ്ങളെ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ആവശ്യമുള്ളപ്പോൾ കർത്താവ് വരും. ഹല്ലേലൂയ. ഇനി ഈ ലോകത്തിൽ വിധിച്ച് കുറവുണ്ടെങ്കിൽ തന്നെ ഒരല്പം നാളത്തെ കൂടെ ഉള്ളൂ. ഇഞ്ചക്ഷൻ തരുമ്പോൾ ഡോക്ടർ പറയത്തില്ലേ സെക്കൻഡ് അടിക്കുന്നത്, അവർ നാളെ പറയുന്നില്ല, നല്ല സമാധാനിപ്പിക്കാൻ പറയുന്നു. ഇത്ര വലിയ സാധനങ്ങളുണ്ട്, വേദന ഞാൻ കണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ മോളെ അത് വിളിക്കുമ്പോൾ ഞാൻ ബോധം ഭയങ്കര സങ്കടം. ഓക്കെ, നമ്മൾ സഭയിലേക്ക് തിരിച്ചു. രണ്ടാമത്തെ പുസ്തകം, നീ ഒരു ഹാജിയോസ് ആവാൻ കർത്താവ് നിന്നെ നിയമിച്ചിരിക്കുന്നു. That is why you are called. ഇനി മൂന്നാമത്തേതിലേക്ക് പോകാം. അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 5-6 വാക്യങ്ങൾ, അത് രണ്ടും ഒന്നിച്ച് കിടക്കുന്നത് 5-6 വാക്യങ്ങൾ പ്ലീസ്. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുകൊണ്ടു. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം നമ്മളെ എന്ത് ചെയ്യേണ്ടതിന്? ദത്തെടുക്കേണ്ടതിന്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തിനാ കർത്താവ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്? ദത്തെടുക്കാൻ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം, നമ്മളൊരു അഡോപ്ഷൻ സെന്ററിൽ പോയി കുഞ്ഞുങ്ങളില്ലാത്തവർ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന പോലെ നമ്മളെ ദത്തെടുക്കാം. ഇത് എഫെസോസ് സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, ഇവർ സ്നാനപ്പെട്ടവരാണ്, ഇവർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്, ഇവർ ആത്മാവിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് യോഹന്നാൻ 1:12 പ്രകാരവും റോമർ 8:14 പ്രകാരവും ഇവർ ദൈവമക്കളാണ്. Those who are led by the Holy Spirit are the sons and daughters of God. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. ഹല്ലേലൂയ. അപ്പോ അവർ ദൈവമക്കളാണ് ഓൾറെഡി. അപ്പൊ ഇവരോട് പറയാണ്, നിങ്ങളെ ദത്തെടുക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ സംതിങ്, അത് സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. ദത്തെടുക്കേണ്ടതിന്. അപ്പൊ ഇതുവരെ സംഭവിക്കാത്തതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ ഒരു കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത് വ്യക്തം. അപ്പൊ ഇത് നമ്മൾ പറയുന്ന, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുന്ന ആ ദത്തെടുപ്പല്ല ഇവിടെ പറയുന്നത്. ഈ സമയത്ത് ഓൾറെഡി സംഭവിച്ചു. അപ്പൊ പിന്നെ എന്താണ് ഈ ദത്തെടുപ്പ്? ഇതൊരു റോമൻ റിച്വലാണ്. റോമാക്കാരുടെ ഒരു കർമ്മം. അതിങ്ങനെയാണ്, വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക, പെട്ടെന്ന് തീർക്കുക. ഒരു പുരുഷന് തന്റെ മക്കൾ 30 വയസ്സ് കഴിയുമ്പോൾ, ആൺകുട്ടികൾ 30 വയസ്സ് കഴിയുമ്പോൾ, ഇവരുടെ ഇടയിൽ നിന്ന് യോഗ്യനായ ഒരുവനെ കണ്ടുകൊടുക്കും. അത് മൂത്തതാവണോ ഇളയനാവണോ അല്ലെങ്കിൽ അതിന്റെ നടുക്കുള്ളതാണോ ഒന്നും വിഷയമല്ല. യോഗ്യനായിരിക്കണം. തന്റെ പേര് കളയാത്ത, തന്റെ വസ്തുക്കൾ കൊണ്ട് നശിപ്പിച്ചു കളയാത്ത ഒരു കുഞ്ഞിനെ 30 വയസ്സ് കഴിയുമ്പോൾ, 30 വയസ്സ് കഴിയുമ്പോൾ 30 വയസ്സ് വരെ അടിച്ചു പൊളിച്ച് നടക്കാം. എന്നാൽ 30 വയസ്സ് കഴിയുമ്പോൾ ബോധം വരണം എന്നതാണ് അവരുടെ നിയമം. സ്വന്തം. എനിക്ക് 55 വയസ്സായി, ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ പറയും. പക്ഷെ അത് യഹൂദ
യഹൂദന്മാർക്ക് അങ്ങനെയല്ല, ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ബോധം വരുമെന്നുള്ളതാണ്. അപ്പൊ ഈ 30 വയസ്സ് കഴിയുമ്പോൾ തന്റെ ഒരു സക്സസറിനെ കണ്ട് മനസ്സിൽ വരും. തന്റെ അവകാശിയായി ഒരാളെ തിരഞ്ഞെടുത്ത് മനസ്സിൽ വരും. എന്നിട്ട് തന്റെ ബന്ധുക്കളെയും കൂട്ടുകാരെയും ബിസിനസ് പാർട്ട്നേഴ്സിനെയും നാട്ടുകാരെ എല്ലാം വിളിക്കും, ഒരു വിരുന്നിന് വിളിക്കും. ഇതുപോലൊരു വലിയ വിരുന്ന് മാളിക ഒരുക്കും. എന്നിട്ട് അതിന്റെ മധ്യത്തിലായി ഈ ക്യാമറ നിൽക്കുന്ന സ്റ്റാൻഡ് പോലെ ഒരു പീഠം, ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ടാവും. വിരുന്നിന്റെ മധ്യത്തിൽ എല്ലാ ഗസ്റ്റും വന്നിരുന്ന് കഴിയുമ്പോൾ അപ്പൻ ഈ സ്റ്റേജിൽ കയറി നിൽക്കും. എന്നിട്ട് താൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആ മകനെ വിളിക്കും. ഈ മകൻ വന്ന് സ്റ്റേജിൽ കയറി നിൽക്കും. അങ്ങനെയാണ് ഈ മക്കളുടെ പറയുന്നത് ഇതാ ഇങ്ങനെയായിരുന്നു. അപ്പൻ എന്നിട്ട് ഒരു പ്രത്യേക കളറുകൾ കൊണ്ട് തുന്നിച്ചേർത്തുണ്ടാക്കിയ ഒരു ഷോൾ ഇവന്റെ മേലിടും, ഒരു വസ്ത്രം ഇവന്റെ മേലിടും. എന്നിട്ട് ഇവന്റെ മേൽ കൈവച്ചിട്ട് പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് യഹൂദന്റെ ഒരു റിച്വൽ. ഈ സംഭവം കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിയമം അനുസരിച്ച് ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൻ പറയുന്നത് പോലെ എടുത്തോണം. ഇവൻ എവിടെയെങ്കിലും ഒപ്പിട്ടാൽ അപ്പന്റെ ഒപ്പായി അംഗീകരിച്ചോണം എന്ന് പറഞ്ഞാൽ തന്റെ കംപ്ലീറ്റ് അതോറിറ്റി ഇവനെ അപ്പനെ ഏൽപ്പിക്കുക. പിന്നെ അപ്പന് പോലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവ് തന്റെ സൃഷ്ടിയുടെ യോനാശാപനാണെങ്കിൽ തന്നെ ഒന്ന് സാരപ്പെടുത്താൻ മഷിക എന്താ വരുന്നത് നോക്കി നിൽക്കുക. പെട്ടെന്ന് ആത്മാവിൽ വെളിപ്പെട്ടു, മഷിയായി കണ്ടു, എന്നാ പിന്നെ എന്നെ ഒന്ന് സാരപ്പെടുത്ത എന്ന് പറയാൻ ചെന്നപ്പോഴാ കർത്താവ് പറഞ്ഞത്, അമ്മേ എന്നെ നീ സാരപ്പെടുത്തിയാലും വിളിച്ചു. സൃഷ്ടിതാവ് നിൽക്കുന്നത്, സൃഷ്ടിതാവിനെ സൃഷ്ടി സ്നാനപ്പെടുത്താൻ അവനെ മുട്ടിടിച്ചു വേണം. എന്നാൽ ദൈവത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതില്ല. ശ്രദ്ധിച്ചോളാം, നിങ്ങൾ IAS ഉണ്ടായിരിക്കും, പക്ഷെ ആത്മാവിൽ നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ അതോറിറ്റിയാണ്. നിങ്ങൾ IPS ഉണ്ടായിരിക്കും, നല്ലതാണ്, സഭയെ സഹായിച്ചാലും, പക്ഷെ ആത്മാവിൽ പാസ്റ്റർ നിങ്ങളുടെ അതോറിറ്റിയാണ്. അതോറിറ്റിയോട് എതിർത്താൽ നീ ശപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. പറയാൻ പറഞ്ഞുകൊണ്ട് ഇത്ര പറഞ്ഞു നിർത്താം. വലിയ വീട് കാണും, വലിയ കാർ കാണും, ഒക്കെ കർത്താവിന് സ്തോത്രം. വലിയ ജോലി കാണും, ബാങ്കിൽ കോടി കാണും, ഒക്കെ കർത്താവിന് സ്തോത്രം. പക്ഷേ ഇത് ദൈവസഭയെ വന്ന് കാണിക്കാൻ തുടങ്ങിയാൽ നീ ശപിക്കപ്പെട്ടു പോകും. അതിനൊരു ക്രമമുണ്ട്, ഇതിനൊരു ക്രമമുണ്ട്. എന്റെ മസിൽ കാണിക്കേണ്ട സ്ഥലമല്ല ഇവിടെ. അങ്ങനെയുള്ളൊരു വ്യക്തി ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആരെങ്കിലും പിശാചിനെ ഉന്തി വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്കൊരു ആത്മീക ക്രമമുണ്ട്. ഒരുത്തന്റെ അടുക്കൽ ചെന്ന് മറ്റൊരുത്തരെ കുറ്റം പറയരുത്. You will be cursed. ആത്മീക ക്രമമുണ്ട്. ഒരുത്തന്റെ അടുക്കൽ ചെന്ന് പാസ്റ്ററെ കുറ്റം പറയരുത്. നേരത്തെ പറഞ്ഞ എനിക്ക് ആ വാക്ക് പിന്നെ പിന്നെ പറഞ്ഞ ഇഷ്ടമില്ല. കാരണം അത് പിശാചിന്റെ സാധനമാണ്. എന്തിനാ നമ്മൾ പറയുന്നത്? പക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. ഞാനത് വലിച്ചു വെച്ചത് വരും. അത് വരരുത്. ഹല്ലേലൂയ. ഈ പുസ്തകം എടുത്തിട്ട് വിശ്വസ്തരായി നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കോടാനുകോടിയെ പല രാജ്യങ്ങളിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അവരെ ഓർക്കത്താതെ സൂചിക്കും. അപ്പന്മാരുടെ മക്കളുടെ കാര്യം പറഞ്ഞു. അപ്പനെ എടുത്തിട്ട് വിശ്വസമായി നിന്ന മക്കൾ അത്രയും വിശ്വസമായിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പ കഷ്ടപ്പെട്ടതിന് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളും സ്വർണ്ണ സ്പൂണുമായിട്ടാണല്ലോ കയ്യിൽ ഒന്നും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അത്രയും ദൈവസ്ഥാനം അവർ കാണുന്നില്ല. ശപ്പന്മാരങ്ങനെ അല്ലായിരുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ അറിയാവുന്നതുകൊണ്ട്. പക്ഷേ
ചുരുക്കം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവ വിശ്വാസത്തിൽ വന്നിട്ടും നശിച്ചു പോയ ചിലതിനെ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. തകർന്നു പോയ നശിച്ചുപോയ ചിലതിനെയും വിശ്വാസബോധത്തിൽ കണ്ടിട്ടുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങളാരും അങ്ങനെ അറിയില്ല. ഇത് ജീവന്റെ വചനമാണ്. ഇതിനെ നീ സ്നേഹിച്ചാൽ, ഇതിന് പ്രകാരം നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചാൽ, ആത്മീയ സിസ്റ്റത്തിൽ ജീവിച്ചാൽ, കീഴടങ്ങേണ്ടവന് കീഴടങ്ങി, ബഹുമാനിക്കുന്നവർക്ക് ബഹുമാനം കൊടുത്ത്, അടങ്ങേണ്ടവർക്ക് അടങ്ങി, കണ്ണുനീർ വന്നാലും തുടച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. അവന്റെ ബലമുള്ള ഭുജങ്ങളുടെ കീഴെ കാണില്ല. അനുഗ്രഹിക്കപ്പെടുക. നിങ്ങൾ അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹിക്കപ്പെടുക. നിങ്ങൾ അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇത് കോട്ടയത്ത് പറഞ്ഞോണ്ട് പറഞ്ഞ കാര്യം പിന്നെ ഇവിടെ പറയുന്നത് സ്വത്രം അവൻ ആരും അവിടെ എത്തരുതെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം, എന്റെ സമയം. അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ എന്തിനു വിളിച്ചു ദത്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അതോറിറ്റികളായി ഈ നാട്ടിൽ നിങ്ങൾ അയക്കുന്നതൊക്കെ നടക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയിൽ നീ വളർന്നു കഴിഞ്ഞാൽ ഈ നെടുമങ്ങാട്ടൂടെ നിങ്ങൾ ഒരാൾ ഇറങ്ങി നടക്കുമ്പോ യേശു കർത്താവ് ശരീരത്തിലിരുന്നപ്പോ ഇരുവഴി വന്നിരുന്നെങ്കിൽ എന്തൊക്കെ നടക്കണമായിരുന്നു അത് മുഴുവൻ നടക്കും. സ്വർഗത്തിന്റെ ബ്രാഞ്ച് ഓഫീസുകളാണ് നിങ്ങൾ. സ്വർഗത്തിന്റെ ബ്രാഞ്ച് ഓഫീസുകൾ. നിങ്ങളിലൊക്കെ പാസ്പോർട്ട് ഉണ്ടല്ലോ. ഈ പാസ്പോർട്ടിനെ പാസ്പോർട്ട് ആക്കുന്നത് എന്നാന്ന് നിങ്ങൾക്കറിയോ? അതിന്റെ ഫസ്റ്റ് പേജിൽ ഇന്ത്യൻ പ്രസിഡന്റ് എഴുതിയ ഒരു എഴുത്തുണ്ട്. വായിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അതിന്റെ ഒന്നാമത്തെ പേജ് വായിക്കുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു എഴുത്തുണ്ടത്. അതാണ് ഈ പാസ്പോർട്ടിനെ പാസ്പോർട്ട് ആക്കുന്നത്. അതിന്റെ അടിയിൽ ഒരൊപ്പുണ്ട്. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പല്ല. അത് ഞാൻ കൊച്ചിയിലായതാണ്. കൊച്ചിയിലുള്ള ഒരു പാസ്പോർട്ട് ഓഫീസറുണ്ട്. അദ്ദേഹം തന്റെ പച്ച പേന കൊണ്ട് ഒപ്പിടും. അദ്ദേഹത്തിന്റെ സീൽ വെക്കും. ഈ പച്ച പേന കൊണ്ട് പാസ്പോർട്ട് ഓഫീസർ ഒപ്പിട്ട് അദ്ദേഹത്തിന്റെ സീൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ എഴുത്താണ്. പിന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ എഴുത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്ന രാജ്യം അംഗീകരിക്കുന്നത്. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടില്ല. എന്താ പാസ്പോർട്ട് ഓഫീസറാണ്. അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു നിയമിക്കപ്പെട്ട ഓഫീസറാണ്. അതുപോലെ സ്വർഗത്തിന്റെ നിയമിക്കപ്പെട്ട ഓഫീസറാണ്. സ്വർഗത്തിന്റെ നിയമിക്കപ്പെട്ട ഓഫീസേഴ്സാണ്. സ്വർഗത്തിന്റെ നിയമിക്കപ്പെട്ട ഓഫീസേഴ്സാണ്. നിയമിക്കപ്പെട്ട ഓഫീസേഴ്സാണ്. ആ പരിധിയിലേക്ക് വളർന്ന് എത്ര പേരുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ വളർന്നിട്ടില്ല, വളർന്നുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. കോട്ടയത്ത് അച്ഛന്മാരുടെ സ്ഥലം നിങ്ങൾക്കറിയാലോ. അച്ഛന്മാർക്ക് ചില കണ്ടു വാങ്ങാനൊക്കെ കൂടുതലാണ്. നിങ്ങളെ പോലൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് പെന്തക്കോസുകാരെ കണ്ണെടുത്ത് കണ്ടുകൂടാ. ഈ പുസ്തകമായിട്ട് നടക്കുന്നത് ആ കാശിന് വിവരമില്ലാത്തതുകൊണ്ട് നടക്കുന്നതാണ് അവർ പറയുന്നത്. ഒരു ദിവസം
ഞാൻ പഠിക്കുന്ന കോളേജ് കോട്ടയത്തെ പ്രമുഖമായ സഭയുടെ പ്രധാന കോളേജ്. ഇതിനു മുമ്പിൽ എൻ്റെ ഒരു സ്നേഹിതന്റെ ജ്യൂസ് കടയുണ്ട്, ജ്യൂസ് കട. അന്ന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. വിവിധ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് എടുത്ത് ഈ ചൂടൊക്കെ എന്ന് പറയാൻ കൊള്ളുകയെന്ന് എനിക്കറിയാം. വിവിധ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ഒക്കെ എടുത്ത് മിക്സ് ഒക്കെ ചെയ്ത് സോഡയൊക്കെ ഒഴിച്ച് നല്ല ഡ്രിങ്ക് ആക്കി തരും. ബെന്നി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്റെ കൂട്ടുകാരനും അകന്ന ഒരു ബന്ധുവാ. ബെന്നി അന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അന്നും ചൊവ്വായിട്ടില്ല, ഇന്നും ചൊവ്വായിട്ടില്ല. ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടില്ല, ഇന്ന് രക്ഷിക്കപ്പെട്ടു. അന്ന് ചൊവ്വായിരുന്നു, ഇന്ന് ചൊവ്വായി. പക്ഷെ ബെന്നി ഇന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ചൊവ്വായിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബെന്നി കണ്ടപ്പോ, എന്റെ കൂട്ടുകാരനാണ്, എന്റെ അകന്ന ബന്ധുവാണ്. ഒരു ദിവസം ബെന്നിയിടയ്ക്ക് പോയപ്പോ അപ്പൊ ഈ കോട്ടയത്ത് ഒരു കറുത്ത പഴയ ബുള്ളറ്റ് ഒരു പാസ്റ്റർ ഒരു 40-42 വയസ്സുകാരൻ വന്ന് ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും. എന്നാണെന്നറിയാവോ, ഈ മനുഷ്യന്റെ മുഖത്ത് ഒരു വെളുത്ത പ്രകാശം ഇങ്ങനെ എനിക്ക് കാണാം. ചിലരുടെ മുഖത്ത് ഞങ്ങൾ കാണും, ഇവിടെയും കാണുന്നുണ്ട്. അത് കാണാൻ ഒരു കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ മനുഷ്യൻ ബുള്ളറ്റെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ഇയാൾക്ക് എന്തൊരു പ്രത്യേകത, ഒരു വെളുത്ത പ്രകാശം ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ പോകുന്നത്. അദ്ദേഹം ഒരു ദിവസം ഞാൻ ബെന്നിയുടെ കടയിൽ വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ബുള്ളറ്റെ പോയി. അപ്പൊ ബെന്നി എന്നെ വിളിച്ചു, ഇന്നലെ ഒരു സംഭവം. ഞാൻ ചോദിച്ചു, നീ ആ പാസ്റ്റർ ഈ പുള്ളി അവിടെ ഈ ലേഡീസ് കോർണർ ഒരു കടയുണ്ട്. ഇപ്പോഴും ലേഡീസ് കോർണർ, പക്ഷെ അന്ന് ചെറിയ കട, ഇപ്പൊ വലിയ കട. ലേഡീസ് കോർണർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ പെൺകൊച്ചുങ്ങളുടെ സാധനങ്ങളൊക്കെ, ഐ മീൻ ഈ പൊട്ട കണ്ണെഴുതുന്ന സൂത്രം, ചായം തേക്കുന്ന സൂത്രം, ചീപ്പ്, സ്ലൈഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന സാധനം. ഈ പാസ്റ്റർ കോളേജ് വിടുന്ന ഒരു സമയം, ബസറിസ് കോളേജ് പെൺകുട്ടികളുണ്ട്, BC കോളേജ് പെൺകുട്ടികളുണ്ട്, വേറെ ഒത്തിരി പാരൽ കോളേജ് ഉണ്ട്, അവിടുത്തെ പെൺകുട്ടികളുണ്ട്, CMS കോളേജ് പെൺകുട്ടികളുണ്ട്. ഇവരെല്ലാം വന്ന് ഈ കടയിൽ കയറും, ഭയങ്കര തിരക്കാണ്. ഈ സമയത്ത് പാസ്റ്റർ അതുവഴി വന്നു. പാസ്റ്റർ വായിക്കുന്നത് മേടിക്കാൻ വേണ്ടി അവിടെ വന്ന് എന്റെ ബുള്ളറ്റ് നിർത്തി ഇറങ്ങി. അപ്പൊ കോട്ടയം പട്ടണത്തിൽ കുപ്രസിദ്ധയായ ഒരു ഭ്രാന്തി സ്ത്രീ ഉണ്ട്. ഇവൾ ഭ്രാന്തിയായി, ദുരാത്മാവ് ബാധിച്ച് ഭ്രാന്തിയായി. വഴിയിലൂടെ കുഞ്ഞുങ്ങൾ പോകുമ്പോ കല്ലെടുത്തത് തുപ്പും, വടി കൊണ്ട് അടിക്കാൻ ചെയ്യും. അതുകൊണ്ട് ഈ സ്ത്രീയെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ റോഡിന്റെ അപ്പുറ സൈഡിലേക്ക് ഓടും. ഇവിടെ കോട്ടയം വിട്ട ചവിട്ട് മുഴുവൻ അറിയാം. ഈ സ്ത്രീ ലേഡീസ് കോണിന്റെ വാക്ക് ഇപ്പോൾ അപ്പോഴാണ് ഈ പാസ്റ്റർ വന്ന് എന്റെ ബുള്ളറ്റ് നിർത്തി ഇറങ്ങുന്നത്. ഈ പാസ്റ്ററെ കണ്ട ഉടനെ ഈ സ്ത്രീ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ എന്നോട് ചെയ്യല്ലേ, യേശുവേ എന്നോട് ചെയ്യല്ലേ, യേശുവേ എന്നോട് ചെയ്യല്ലേ. കോട്ടയത്തെ മുന്നേ അച്ചായന്മാരുടെ മക്കൾ, അച്ചായന്മാരുടെ അവിടെ ചാടി പുറത്തിറങ്ങി, കഴിഞ്ഞ ഞായറാഴ്ച യേശുവിനെ പണി കണ്ടിട്ട് കൂട്ടിട്ട് പോകണം, ഇങ്ങനെ പുറത്തിറങ്ങി നടന്നത്. ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ അടച്ചിട്ട് കർത്താവ് ഈ സമാധാനമായിട്ടിരുന്നോ, അടുത്ത ഞായറാഴ്ച നമ്മളോട് പറഞ്ഞിട്ട് പോരുന്നേ. കോട്ടയം പട്ടണത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഓടിക്കൂടി പാസ്റ്റർ നടുക്ക് നിൽക്കുക, സ്ത്രീ നിലത്ത് കിടന്ന് യേശുവെ എന്നെ ഉപദ്രവിക്കുന്നത് കരയുക. യേശുവിനെ കാണാൻ ആൾക്കാർ ഓടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച സ്ഥിതി. ആരെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഒരു ന്യൂസ് എഴുതി വാട്സാപ്പിൽ ഇന്നാണെങ്കിൽ പാസ്റ്റർ ചെയ്തത്, പാസ്റ്റർ പേര് നിൽക്കുക, ഒന്ന് സ്വന്തം ചെയ്ത് എന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും സ്വന്തം ചെയ്യുന്നവരുള്ളൂ. കല്ലെറിയാൻ നിൽക്കുക, കല്ലെറിയാൻ നിൽക്കുക. എല്ലാവരും ഒരു കൈകൊട്ടി സ്വന്തം പറഞ്ഞ് ബെന്നി എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനെ നിൽക്കുമ്പോ ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിടാ, shut up and get out in Jesus' name. Shut up and get out in Jesus' name. ആ അധികാരത്തിന്റെ വാക്കുകൾ കേട്ട ഉടനെ ആ സ്ത്രീ അല്പ നിമിഷങ്ങൾക്ക് ശേഷം അവൾ എഴുന്നേറ്റ് വന്നത് പൂർണ്ണ സുബോധത്തോടെ.
മരിച്ചിരുന്ന നൂറുകണക്കിന് ആത്മാക്കൾ വിട്ടുപോയി ഒരൊറ്റ കൽപ്പനയുടെ മുമ്പിൽ. അനേക വർഷങ്ങൾ പിന്നെ ആ ആന്റി ആ ചർച്ചിലെ ഒരു നല്ല പ്രാർത്ഥന ആന്റി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ പോയി, പിന്നെ അവിടെ ബോംബെക്ക് പോയി, പിന്നെ എനിക്കറിയില്ല. ആ ഒരൊറ്റ കൽപ്പനയുടെ മുമ്പിൽ ആ കോട്ടയം പട്ടണം ദൈവശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കി. കോട്ടയം പട്ടണത്തിന്റെ ആത്മീയ അഹങ്കാരം, പാരമ്പര്യ ഭൂതം, പാരമ്പര്യ അഹങ്കാരം, അച്ഛനുള്ള പാരമ്പര്യ അഹങ്കാരം ദൈവശക്തിയുടെ മുമ്പിൽ അന്ന് മുട്ടുമടക്കി. മോനെ ഹോളിൽ നിന്ന് കമ്മിരിക്കാനല്ല നിന്നെ വിളിച്ചത്, ഇതിനു വേണ്ടിയാണ്. സ്വർഗത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, സ്വർഗത്തിന്റെ ഓഫീസേഴ്സ് ആണ്, സ്വർഗത്തിന്റെ ഓഫീസേഴ്സ് ആണ്, യേശുവിന്റെ പകരക്കാരനാണ്, സ്വർഗത്തിന്റെ ആകാശങ്ങളായി ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ട ഓഫീസേഴ്സ് ആണ് നിങ്ങൾ. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, Thy kingdom come on earth as it is in heaven എന്ന് പറഞ്ഞാൽ അമ്മേ ഞാൻ എൻ്റെ ഓഫീസേഴ്സിനെ അയക്കുന്നു. ഭാരതം അമേരിക്കയിലേക്കോ UK-യിലേക്കോ തന്റെ അംബാസഡറിനെ വിടുന്ന പോലെ സ്വർഗം ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ ഓഫീസേഴ്സ് ആണ് നിങ്ങൾ, സ്വർഗത്തിന്റെ അംബാസഡേഴ്സ് ആണ് നിങ്ങൾ. Hallelujah, hallelujah. Sotram. ഇന്ന് പകൽ എത്ര പേര് പറയും കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന 3 ജെംസ് അടിസ്ഥാന കല്ലുകൾ ഞാൻ കേട്ടു. ഒന്ന്, ഞാൻ ദൈവത്തിന്റെ മകനും സ്വർഗത്തിന്റെ അവകാശിയാണ്. 2, I need to be a hagios, a sold out person. 2, സ്വർഗത്തിന്റെ അംബാസഡർ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ട സ്വർഗത്തിന്റെ അംബാസഡറാണ് നീ. എത്ര പേർക്ക് ഈ അവസ്ഥയിലേക്ക് വളർന്നു വരാൻ ആഗ്രഹമുണ്ട്? കരകയറ്റി കാണിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ടോ? കരകയറ്റി പിടിച്ചു. ഞാൻ സ്വർഗത്തിന്റെ അംബാസഡർ. സ്വന്തം ചങ്കെ തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ അംബാസഡർ. എന്നെ കണ്ടാൽ പാതാളം വിറയ്ക്കും, എന്നെ കണ്ടാൽ പാതാളം വിറയ്ക്കും. കാരണം എന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എന്റെ പുറത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ സ്വർഗത്തിന്റെ അംബാസഡറാണ്. ഞാൻ സ്വർഗത്തിന്റെ അംബാസഡറാണ്. എന്നെ കണ്ടാൽ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കും, എന്നെ കണ്ടാൽ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കും. ഞാൻ സ്വർഗത്തിന്റെ അംബാസഡറാണ്. ഞാൻ സ്വർഗത്തിന്റെ ഓഫീസറാണ്. ഞാൻ സ്വർഗത്തിന്റെ ഓഫീസറാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനാർത്ഥികളിലെ കരങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ട ദൈവിക വചനത്തെ ഓർത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മെ കർത്താവിന്റെ വേലയ്ക്കായി നമ്മളെ അതിൽ വിറ്റിരിക്കുന്നത് പോലെ നമ്മെ തന്നെ ഏൽപ്പിച്ചു സോൾഡ് ഔട്ട് ചെയ്തിരിക്കുന്ന പോലെ നമ്മെ ഒന്നുകൂടി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവെ, ഞാൻ എനിക്കുള്ളതല്ല, ഇനി അങ്ങേക്കുള്ളതാണ്. ഞാൻ എന്റേതല്ല, ഞാൻ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവർക്കുള്ളതല്ല, ഞാൻ എന്റേതല്ല, ഞാൻ എനിക്ക് കർത്താവിന് വേണ്ടി ഞാൻ എന്നെ വിറ്റിരിക്കുന്നു. പ്രാർത്ഥിച്ചു നിമിഷം കൂടി ദൈവസാന്നിധ്യങ്ങളിൽ കർത്താവെ വിലയുള്ളതാക്കി ദൈവം നമ്മെ വിളിച്ചു കേട്ടതിലൂടെ നമ്മെ വിളിച്ച് സ്വർഗത്തിലെയും ഭൂമിയിലെയും സഹിത ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചിരിക്കുന്നു. നമ്മൾ ഹല്ലേലൂയ സാധാരണക്കാരല്ല, ദൈവത്തിന്റെ നമ്മുടെ അഭിഷേകം പറഞ്ഞു നിർത്തിയത് നാം സ്ഥാനാപതികളാണ്. നാം ചലിക്കുന്ന ഇടത്ത് സ്വർഗം ചലിക്കും, ഭൂമിയിലെ ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും.
നാം നമ്മുടെ അതിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കായി അതിനെ പരിവർത്തിക്കും. നമ്മുടെ സൈന്യങ്ങൾ അതോറിറ്റി ഉള്ളതായി മാറും. അതിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ വീടിലേക്കും പകർന്നിരിക്കുന്ന അധികാരങ്ങളെ ദിവസങ്ങളെ പ്രയോജനകരമായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ പ്രയോജനപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ നിന്ന് കേട്ട വചനം പോലെ ഈ പ്രിയപ്പെട്ടവൻ ചലിക്കുമ്പോൾ സ്വർഗം കൂടെ ചലിക്കട്ടെ. കർത്താവേ, 30ാമത്തെ വയസ്സിൽ സ്നാനക്കടവിലേക്ക് ഇറങ്ങുമ്പോൾ അതിലൂടെ സ്വർഗം തുറന്നു പറഞ്ഞത് ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനെ ചെവി കൊടുത്തേ. അതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, ദൈവത്തോട് ബന്ധിച്ചേർന്ന് നിൽക്കുന്ന ദൈവ മക്കളുടെ ജീവിതത്തിനകത്ത് ഇവളെന്റെ പ്രിയ മകൾ, ഇവനെന്റെ പ്രിയ മകൻ, അതിന്റെ ആ അതോറിറ്റിയോടുകൂടി സ്വർഗം ചാഞ്ഞിറങ്ങി വന്ന് യേശുവിനെ വ്യാപരിച്ച അതേ അധികാരത്തോടെ ഇന്ന് മകനെ മടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്താട്ട് ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ പോകുന്ന ഭവനത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഇവർ കാണുന്നവർ അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശബ്ദം അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ നിഴൽ തൊട്ടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്റെ പോകുന്ന വഴികളിൽ, പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ റെപ്രസെന്റ് ചെയ്യുവാൻ, ദൈവരാജ്യം റെപ്രസെന്റ് ചെയ്യുവാൻ അത് സ്ഥാനാപതികമാക്കി സകല മാനവത്വം സ്വർഗമേറ്റും നസ്രായനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ സഭ ചേർന്ന് ആമേൻ. അതുകൂടി അതുകൂടി ആശീർവാദം കൈക്കൊള്ളുക. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും ഇന്ന് കേട്ട ദൈവവചനത്തോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും കടന്നു വന്ന സകല പ്രിയപ്പെട്ടവരുടെ മേലും അഭിഷിക്തന്മാരുടെ മേലും ജനത്തിന്റെ മേലും എന്നും എപ്പോഴും കാലാവസ്ഥത്തോളം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തെ ആർപ്പോടെ സ്തോത്രം ചെയ്യാം. ദൈവം